ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതും ഒരു സ്ത്രീ പരാതി വന്നിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇത്തരത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. ഇന്നും രാഹുലിനെതിരെയുള്ള രാഹുലിന് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ കോടതി മറ്റൊരു ദിവസത്തേക്ക് നാളത്തേക്ക് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലീസുകാരാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നിപ്പോൾ രാഹുലിന് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ജാമ്യമില്ല, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ നാളെയാണ് ഇനി പരിഗണിക്കുകയുള്ളൂ എന്നാണ് കോടതിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കുറിച്ചാണ്. അതിജീവിതയായ പെൺകുട്ടി നാട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തിയിൽ പോലീസ് യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു പരാതിയും ഇനി ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? 2024 തന്നെ റേപ്പ് ചെയ്ത വ്യക്തിയെ 2025 സ്വകാര്യമായി കാണണമെന്നും ഓഫീസിൽ കാണണ്ടെന്നും വീട്ടിൽ പോയി കാണാമെന്നും 3 മണിക്കൂർ കാണണമെന്നും ഡ്രൈവിന് പോകണമെന്നും ഒക്കെ യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ പറയുമോ? സ്വാഭാവികമായി ഇങ്ങനൊരു ചോദ്യം ആൾക്കാർ ചോദിക്കില്ലേ? അവിടെയാണ് ഫെനി നൈനാൻ എന്ന വളരെ മിടുക്കനായ നല്ല നേതാവ് അദ്ദേഹത്തിൻ്റെ സൗഹൃദവും സത്യസന്ധതയ്ക്കും വേണ്ടി പോരാടിക്കൊണ്ട് ഇതിൻ്റെ സത്യം വെളിയിൽ വരുന്ന ചാറ്റുകൾ പുറത്തുവിട്ടത്. ആ പെൺകുട്ടി പറയുന്നു തലയും വാലും ഇല്ലാത്ത ചാറ്റുകളാണെന്ന്. അങ്ങനെയാണെങ്കിൽ തലയും വാലുമുള്ള ചാറ്റുകൾ ആ കുട്ടി ഇടട്ടെ. എന്താണ് ചാറ്റുകളെന്ന് നമുക്ക് കേൾക്കാൻ കഴിയട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ രാഹുലിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിയാണിത്. ആദ്യത്തെ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. രണ്ടാമത്തെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു. മൂന്നാമത്തെ പരാതിയിൽ എന്താണ് കോടതി പറയുന്നതെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ എത്രമാത്രം വിഷമകരമാണ്, ഒരാളെ കരുതി കൂട്ടി കൊടുക്കാൻ ഇറങ്ങുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ? ആ തിരിച്ചറിവെങ്കിലും നമുക്ക് വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഈ പറയുന്ന ചാറ്റുകൾ വായിച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടി വീണ്ടും എന്തിനെ കാണാനുള്ള ഒരു ആവശ്യം പ്രകടിപ്പിച്ചു എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഇത് നവംബർ 25 ഉള്ള ഒരു ചാറ്റാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ആ ഒരു ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ രാഹുലിനെതിരെ രണ്ട് പരാതികൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരാതികൾ വന്നതിന് ശേഷം രാഹുൽ ഇത്തരത്തിൽ മൂന്നാമത് ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നും പരാതിയുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ അതിജീവിതയായ പെൺകുട്ടിയുടെ അനിയത്തിയുടെ കല്യാണം മുടക്കുമെന്നും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള നിലയിൽ വലിയ രീതിയിൽ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അനുനയത്തിന് വേണ്ടി രാഹുലിനെ കാണണമെന്നുള്ള ആവശ്യമാണെങ്കിലോ ഉന്നയിച്ചത്, ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. ഹർഷ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വളരെ തെറ്റാണ്. പക്ഷെ എന്താ അതിന്റെ അടിസ്ഥാനം? അങ്ങനെ ചാറ്റ് ഉണ്ടോ? അങ്ങനെ വോയിസ് ഉണ്ടോ? അത് എവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ? അത് യഥാർത്ഥത്തിൽ അതിജീവിതയുടെ പേരിൽ, പരാതിക്കാരിയുടെ പേരിൽ, അല്ലെങ്കിൽ ഇരയുടെ പേരിൽ ചില ആൾക്കാർ അടിച്ചിറക്കുന്ന കഥകളല്ലേ? ഭീഷണിപ്പെടുത്തി, നഗ്നചിത്രങ്ങൾ എടുത്തു, മൊബൈലിൽ അത് ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ തെറ്റാണ്. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് എവിടെയാ തെളിവ്? അങ്ങനെ ഉണ്ട് എന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ ഉണ്ടെന്ന് കഥയടിച്ചിറക്കുന്നതല്ലാതെ അതിനെന്താ തെളിവുള്ളത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പം പോലീസിൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. പോലീസ് പെട്ടിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പോലീസിൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലീസ് തീർച്ചയായും പെടണമെന്നുള്ളതാണ്. അവിടെയാണ് മനഃപൂർവ്വം രാഹുലിനെ കൊടുക്കാനും, അതായത് മുമ്പ് നമ്മുടെ ശബരിമല വിഷയത്തിൽ നിന്നും ഓൾറെഡി അറസ്റ്റ് ചെയ്തിരുന്ന ശ്രദ്ധ തിരിക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം റിമാൻഡ് റിപ്പോർട്ടും മറ്റും വീക്കായി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. ഓരോ ദിവസവും ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 365 വരെ എല്ലാ വർഷവും വേണ്ടി വരില്ലേ? അപ്പം ഇങ്ങനെയല്ല ഭരണം നടത്തേണ്ടത്. ഇത് എല്ലാ ഭരണങ്ങളും, ഇത് CPM കാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ആർക്ക് അമിതാധികാര പ്രയോഗം ഉണ്ടാകുമ്പോഴും അവർ ഇതേപോലെ അറസ്റ്റുകൾ ചെയ്യും. ഇതിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ 9 ദിവസം കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കുന്നത് കണ്ടത്, അല്ലെങ്കിൽ 1.5 വർഷം സിദ്ദിഖാപ്പൻ കിടക്കുന്നത് കണ്ടത്, അല്ലെങ്കിൽ 5 വർഷത്തോളം വിചാരണ തടവുകാരായി ചില കോളേജ് പിള്ളേർ ജയിലിൽ കിടക്കുന്നത് കാണുന്നത്. അധികാരമുള്ളവർ അത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് മറുപടിയും തടയും ഇടേണ്ടത് കോടതികളാണ്. ആ കോടതികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരവരുടെ അല്ലെങ്കിൽ അവരവരുടെ കാര്യത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ ന്യായീകരണം നമ്മൾ പറഞ്ഞു വെച്ചാലും ഫെനി നൈനാൻ ഈ പറയുന്ന അതിജീവിതയുമായി അയച്ച മെസ്സേജുകൾ പുറത്തുവിടുന്നത്, അതിജീവിതയുടെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലൊരു ചാറ്റുകൾ പുറത്തുവിടുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതിജീവിതയോട് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയല്ലേ? ഇപ്പോൾ ഇതിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അപ്പൊ ഈ അതിജീവിതയും മുമ്പത്തെ അതിജീവിതമാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റ് പുറത്തു വിട്ടതോ? അതെന്താ? ഒരാൾ ചെയ്യുമ്പം ആഹാ, വേറൊരാൾ ചെയ്യുമ്പം ഓഹോ. ഈ മാധ്യമങ്ങളെല്ലാം ഒരു വശത്ത് വാദിയായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നത് പോലെ തെളിവുകൾ പുറത്തുവിടുന്നത്, മറ്റൊരു വശത്ത് പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇത്തരത്തിൽ വ്യക്തിഹത്യക്ക് വേണ്ടി വഴിവെച്ചത്. രണ്ടുപേർക്കും വിട്ടൂടെ? ഒന്നെങ്കിൽ രണ്ടുപേരും തെളിവ് വിടരുത്, അല്ലെങ്കിൽ രണ്ടുപേരും തെളിവ് വിടാം. അങ്ങനല്ലേ പറയാൻ പറ്റൂ? അപ്പൊ ഏകപക്ഷീയമായി കൈകെട്ടി അടികൊള്ളണമെന്നാണോ പറയുന്നത്?
ഈ പെൺകുട്ടി ചാറ്റുകളും വോയിസും പുറത്തുവിടുന്ന പോലല്ലേ ഇപ്പുറത്തെ വസ്തു ഒന്നും പുറത്തുവിടുന്നുള്ളൂ. രണ്ട് രാഹുലും അല്ല, രാഹുലിന്റെ ഒരു സുഹൃത്തായ ഈ വിഷയങ്ങൾ നേരിട്ടറിയാവുന്ന ഫെനി എന്നൊരു ചെറുപ്പക്കാരനാണ് വിട്ടത്. ആ ഫെനിക്കെതിരെ പോലീസുകാർ സ്വമേധയാ കേസെടുത്തു. എന്തിനാണ്? പോലീസുകാർ 72(1) 79 വെച്ച് കേസെടുത്തു. എന്ത് കാര്യത്തിനാണ്? ഒന്നുമില്ല, വെറുതെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും. ഇനി 2 ദിവസം ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാനും സാധ്യതയുണ്ട്. അധിക്ഷേപിച്ചു. എന്താ അധിക്ഷേപം? യഥാർത്ഥത്തിൽ ഫെനി നൈനാൻ വളരെ മിതത്വത്തോടെയാണ് പെരുമാറിയത്, സംസാരിച്ചത്. അതിജീവിത എന്ന വാക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. ഞാനൊക്കെ പറയാറുണ്ട് അതിജീവിത എന്ന വാക്ക് യൂസ് ചെയ്യരുത്, പരാതിക്കാരി എന്ന് മാത്രമേ യൂസ് ചെയ്യാവൂ. അതിജീവിത എന്ന വാക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഫെനി യൂസ് ചെയ്തതും. ഫെനി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയണേ? അപ്പം മനഃപൂർവ്വം കള്ളക്കേസെടുത്ത് കുടുക്കി പേടിപ്പിക്കാം എന്ന് കരുതുകയല്ലേ? അല്ല, ഈ പറയുന്ന ഫെനി നൈനാൻ ആണെങ്കിലും ഉദ്ദേശിച്ചിരുന്നത് ഇത്തരത്തിൽ രാഹുലിനെതിരെ, ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഈ ഒരു ചാറ്റുകൾ പുറത്തുവിടുമ്പോൾ തീർച്ചയായും പെൺകുട്ടി അതിന് തിരിച്ചൊരു പ്രതികരണവുമായി രംഗത്ത് വരും. ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരായിട്ടൊരു സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മാധ്യമങ്ങളും വഴി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസിനെ വഴിതിരിച്ചിടാനുള്ള ഉദ്ദേശമായിരുന്നെങ്കിലോ ഫെനി നൈനാൻ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഏകപക്ഷീയമായി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഏകപക്ഷീയമായി അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അത് സഹിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുക? ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല വിഷയം. യഥാർത്ഥത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ നോക്കി പോലീസ് തന്നെ യഥാർത്ഥത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പോലീസിന് ഏത് രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് എടുക്കണമെന്ന് അറിയില്ല. ഈ പെൺകുട്ടി വലിയ രീതിയിൽ ഒരു ഡ്രാമ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയുണ്ടായി. ഫെനി ചാറ്റിലൂടെ അത് പൊളിക്കുകയും ചെയ്തു. അതിന്റെ ദേഷ്യം തീർക്കലാണ്, വേറെ എന്താ അതിന്റെ കാര്യം? അപ്പൊ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ സത്യസന്ധമായി ചെയ്യണം. കാര്യം നാളെ ആരെ കൊടുക്കാനും ഈ ചാറ്റുകളും കാര്യങ്ങളും ഉപയോഗിക്കാം. നാളെ ആരെയും അധിക്ഷേപം എന്നൊരു വാക്കിൽ കുരുക്കാൻ പറ്റും. നാളെ ആരെയും നിർബന്ധിതം എന്നൊരു വാക്കിൽ കുരുക്കാൻ പറ്റും. നാളെ ആരെയും ഭീഷണിപ്പെടുത്തിയെന്നും ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ കുരുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ കുറെ കൂടെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ആരെയും കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അല്ല, കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാനൊരു അഭിഭാഷകനുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഇന്ന് ചോദിച്ചിരുന്നു, രാഹുലിന് ഇനിയിപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരടിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ വഴി റേപ്പ് കേസ് ചിലപ്പോൾ തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഒരുപക്ഷെ വഞ്ചനാ കുറ്റമാണ് ഈ പറയുന്ന പെൺകുട്ടി മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ എന്തിൽ വഞ്ചിച്ചു? വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നുള്ള ഒരു ഫാക്ടർ അവിടെ നിലക്കുന്നുണ്ടല്ലോ. ഇല്ല, ആ ഫാക്ട് നിലനിൽക്കുന്നില്ല. കാര്യം ഈ പെൺകുട്ടി ഓൾറെഡി വിവാഹിതയാണ്. ഓൾറെഡി വിവാഹിതനായ ഒരാളെ അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കാൻ പറ്റില്ല എന്ന് പല വിധികളിൽ നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും റീസെന്റ് വിജയബാബുവിന്റെ വിധിയിൽ വരെ ഓൾറെഡി വിവാഹിതനായ ഒരാൾ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യുന്നതാ. ഇതിൽ യാതൊരു നന്മയില്ല. എനിക്ക് അവിടെയാണ് CPM-കാരോടും ഇടതുപക്ഷക്കാരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം അമിതാധികാര പ്രയോഗത്തിന് ഒരു കാരണവശാലും നിങ്ങൾ നിന്നു കൊടുക്കരുത്. അത് ശരിയല്ലെന്ന് പറയാനുള്ള ആർജവം വേണം. അങ്ങനെ ഒരു വേട്ടയാടൽ ആരോടും ചെയ്യരുത്. നാളെ കമ്മ്യൂണിസ്റ്റുകാരോടും ചെയ്യരുത്, കോൺഗ്രസ്സുകാരോടും ചെയ്യരുത്, BJP-കാരോടും ചെയ്യരുത്, മുസ്ലിങ്ങളോടും ചെയ്യരുത്, ക്രിസ്ത്യാനികളോടും ചെയ്യരുത്, ഹിന്ദുക്കളോടും ചെയ്യരുത്. അങ്ങനെ നിയമത്തിന്റെ വേട്ടയാടൽ പാടില്ല. നിയമം നീതിയാണെന്ന് പറയാൻ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് CPM-ഉം CPI-ക്കാർ. ശ്രീ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പല നാളായി ഞാൻ മാത്രമേ ഒരു പക്ഷേ പറയാറുള്ളൂ. എന്തുകൊണ്ടാണ് 83 വയസ്സായ പ്രായമായ സ്ട്രോക്ക് വന്ന മനുഷ്യനാണ് അറസ്റ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യാനാണ്? അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും മൊഴിയെടുക്കാനാണെങ്കിൽ ആശുപത്രി ഒന്ന് എടുത്താൽ പോലെ. അല്ല, ശങ്കർദാസിന്റെ കാര്യത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും തെറ്റിനെ തെറ്റായി തന്നെ കാണുമ്പോൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിയമപരമായ നടപടിയാണ്. മനസ്സിലാക്കേണ്ട, ഇവർക്കാർക്കും നേരിട്ട് ഏതെങ്കിലും രീതിയിൽ കൊള്ളയിൽ പങ്കിടണമെന്ന് SITക്ക് പോലും അഭിപ്രായമില്ല. ഇവരാരെങ്കിലും ₹1 ലാഭം ഉണ്ടാക്കി SITക്ക് പോലും അഭിപ്രായമില്ല. ഇവർക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്ന് SITക്ക് പോലും അഭിപ്രായമില്ല. പിന്നെ എന്തിനാ ഈ മനുഷ്യന്മാരെയൊക്കെ എങ്ങനെയിട്ട് പീഡിപ്പിക്കുന്നത്? ട്രയൽ അങ്ങനെയാണെങ്കിൽ ഇവരാരുമല്ലെങ്കിൽ അപ്പോ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയും നിരപരാധികളായിരിക്കും എന്നാണോ പറഞ്ഞു വെക്കുന്നത്? ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കോടതിയാ പറയേണ്ടത്. അറിയില്ല, അത് കോടതിയാ പറയേണ്ടത്. അവിടെയാണ് കോടതി ഈ അവസരത്തിൽ പലർക്കും നേരിട്ട് ഇതുമായി ബന്ധമില്ലാത്തവർക്ക് ജാമ്യം കൊടുത്തിട്ട് ട്രയൽ വരട്ടെ, കേസ് കിടക്കട്ടെ. അങ്ങനെയല്ലേ വിധി വരുന്നുള്ളൂ. ഇപ്പോൾ ഈ 66, 70, 76 വയസ്സായ മനുഷ്യരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് എന്ത് കിട്ടാനാണ്? അപ്പോൾ അവിടെയാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ ആൾക്കാരെ എത്ര ദിവസമാണ് ജയിലിൽ കിടക്കുന്നത്? അവിടെയാണ് 49 ദിവസമായി. ശരി, ശങ്കർദാസാന്റെ കാര്യം എടുത്തു പറയാം. എന്ത് കുറ്റം ചെയ്തു എന്നാ പറയണേ? എല്ലാവരും ഒപ്പിട്ടു. ഒരു സ്ഥാനത്തിൽ പുള്ളി ഒപ്പിട്ടു, ഇതേ പുള്ളി ചെയ്തുള്ളൂ. പുള്ളി വേറെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നില്ല. വാസു സാർ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ? കൊടുത്ത സ്ഥാനത്തിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ചെയ്യുന്നത്. അവർക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് പറയാൻ തെറ്റൊന്നുമില്ല, ഉത്തരവാദിത്വ കുറവുണ്ടായെന്ന് പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടത്തുന്നത്? അപ്പം അവിടെയാണ് ഇവർക്ക് പലർക്കും നേരിട്ട് ഇതിൽ ഇടപെടാത്ത ആൾക്കാർക്ക്, ഉദാഹരണം ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് ജാമ്യം കൊടുക്കുകയും ഈ കേസിന്റെ ട്രയൽ വരട്ടെ, എന്നിട്ട് നോക്കാം.
അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഓരോ ദിവസം ചെല്ലുന്തോറും നീണ്ടു പോവുകയാണ്. ഇനിയിപ്പോൾ ഈ 14 ദിവസത്തെ റിമാൻഡിന് ശേഷമായിരിക്കുമോ ഒരു ഫൈനൽ വിധിയായി രാഹുൽ ജാമ്യത്തിലേക്കാണോ അതോ ജയിലിലേക്കാണോ എന്നറിയാൻ പറയാൻ സാധിക്കുന്നത്? പറ്റില്ല. ഇത് ഇനിയും കോടതി നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ? അല്ല, കോടതി എങ്ങനെയാണ് സമീപിക്കുന്നതിനനുസരിച്ചിരിക്കും. ശാസ്ത്രമംഗൽ അജിത് കുമാർ സാറൊക്കെയാണ്, ഗംഭീരനായ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ വാദം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം രാഹുൽ ഓൾറെഡി മറ്റ് 2 കേസിലും കോടതിയുടെ ദൃഷ്ടിയിൽ തന്നെ ഉള്ള ആളാണ്. അതുകൊണ്ട് രാഹുലിന് ജാമ്യം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എത്രയും പെട്ടെന്ന് രാഹുലിന് ജാമ്യം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും. അതെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി അറിയാം രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയമായി നമുക്ക് പിന്നീട് വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.